നമസ്കാരം. വാഗ്മി എന്ന ഈ ഓൺലൈൻ പ്രസംഗ പരിശീലന പരിപാടിയുടെ 18ാമത് ക്യാപ്സ്യൂളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിനു മുമ്പുള്ള 17 ക്യാപ്സ്യൂളുകൾ കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പ്രസംഗത്തിൻ്റെ വിവിധ വശങ്ങളെ പറ്റിയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇന്നത്തെ വിഷയം പ്രസംഗത്തിലെ മസാലകൾ എന്നുള്ളതാണ്. എന്തൊക്കെ മസാലകളാണ് നമുക്ക് ചേർക്കാനാവുക? പാചകത്തിൽ പരിചയവും അഭിരുചിയും ഒക്കെ ഉള്ളവർക്കത് പെട്ടെന്ന് മനസ്സിലാവും. എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവ് നികത്തുന്നതാണ് മസാല, അല്ലേ? അതാണ് മസാല. ഇപ്പോൾ പ്രസംഗത്തിലൊരു കുറവ് ഉണ്ടാകാൻ പാടില്ല. കുറച്ചുകൂടെ ഒന്ന് രുചി കൂട്ടണം, ഒരു ഫ്ലേവർ ആഡ് ചെയ്യണം. അങ്ങനെ ഒരു ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മസാലകൾ 4 എണ്ണമാണ്. 1 ഉദ്ധരണി, കൊട്ടേഷൻസ്. 2 കഥ, സ്റ്റോറീസ്. 3 ഫലിതം, ഹ്യൂമർ. 4ാമത് സ്ഥിതി വിവരക്കണക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ 4 തരം മസാലകൾ തരാതരം പോലെ സന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിൽ ഞാൻ പ്രത്യേകം പറയട്ടെ ഉപയോഗിച്ചുകൊണ്ട് പ്രസംഗത്തിൻ്റെ ഒരു ഫ്ലേവർ ഒന്ന് നമുക്ക് കൂട്ടാം. അതിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ നമുക്കൊന്ന് അഭിവൃദ്ധിപ്പെടുത്താം. പക്ഷേ ഈ 4 കാര്യങ്ങളും എങ്ങനെ ഉപയോഗിക്കണമോ ആ രീതിയിൽ ഉപയോഗിക്കാവൂ. മസാല കൂടിപ്പോയ കുഴപ്പമാണ്. അപ്പം മസാല പാകത്തിന് വേണം, അല്ലേ? ആ പാകത്തിന് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇത് എങ്ങനെ ഇതിനുള്ള വിവരങ്ങളൊക്കെ കിട്ടും നമുക്ക്? ഉദ്ധരണി പറയണമെങ്കിലും കഥ പറയണമെങ്കിലും ഫലിതം പറയണമെങ്കിലും സ്ഥിതിവിവരക്കണക്കുകൾ പറയണമെങ്കിലും നമ്മൾ പത്രത്തിൽ നിന്ന് കിട്ടും. പരന്ന വായനയുള്ളവർക്ക് പത്രത്തിൽ നിന്ന് മാത്രമല്ല പുസ്തകങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ കിട്ടുന്ന ഉദ്ധരണികളൊക്കെ നമ്മൾ ഏതെങ്കിലും അവസരത്തിൽ പ്രയോഗിക്കാൻ ഒക്കുന്ന നമുക്ക് തോന്നുന്ന ഡയറിയിൽ അപ്പം തന്നെ കുറിച്ച് വെക്കണം. ആ പത്രമെല്ലാം വായിച്ച് മടക്കി വെച്ച് പിന്നെ എപ്പോഴെങ്കിലും എഴുതാമെന്ന് വിചാരിച്ചാൽ പിന്നെ പത്രം കണ്ടു കിട്ടില്ല. ആ പത്രം വായിക്കുന്ന അപ്പം തന്നെ ഡയറി എടുത്ത് വെച്ചിട്ട് അതിനകത്ത് നമുക്കത് എഴുതി വെക്കാനൊക്കെ. പിന്നെ ഗൂഗിൾ ചെയ്ത് നമുക്കറിയാമല്ലോ എത്ര കൊട്ടേഷൻസ് വേണമെങ്കിലും നമുക്ക് കിട്ടും. ഏത് മഹാനെ എന്തിനെ പറ്റി എങ്ങനെ പറഞ്ഞു എന്നുള്ള അങ്ങനത്തെ ഒരുപാട് വിവരങ്ങൾ നമുക്ക് ഗൂഗിളിലൂടെ കിട്ടും. പക്ഷേ നമുക്ക് ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഒരു ഡയറി കീപ്പ് ചെയ്തിട്ട് പത്രങ്ങളിൽ നിന്നും നമ്മൾ വായിക്കുന്ന മറ്റ് പുസ്തകങ്ങളിൽ നിന്നും ചിലപ്പം ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുക പെട്ടെന്നൊരു വിവരം കിട്ടുകയാണെങ്കിൽ അത് ഒക്കെ നമുക്ക് എഴുതി വെക്കാം. അങ്ങനെ സാധിക്കും. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഇന്നലെയായിട്ടുള്ള കഴിഞ്ഞ 1-2 ദിവസം പത്രങ്ങളിൽ നിന്ന് ഞാൻ എഴുതി വെച്ചിട്ടുള്ള ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ജോർജ് എലിയറ്റിൻ്റെ ഒരു കൊട്ടേഷൻ വളരെ നല്ലതായിട്ട് തോന്നി. അതായത് നിങ്ങൾ എന്താണോ അതാകാൻ ഇനിയും വൈകിയിട്ടില്ല. ഇപ്പം എല്ലാവർക്കും ഉള്ള കാര്യമോ ഞാനൊന്നും ആയില്ല, ഞാൻ ആരുമായി തീർന്നില്ല എന്നൊക്കെ ഇങ്ങനെ പരിതപിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഉദ്ധരണിയാണത്. നിങ്ങൾ എന്താണോ അതാകാൻ ഇനിയും വൈകിയിട്ടില്ല. ഞാൻ നേരത്തെ മറ്റൊരു ക്യാപ്സൂളിൽ പറഞ്ഞ പ്രായമോ മറ്റൊന്നും ബാധകമല്ല. നമ്മളിതൊന്നും അല്ല, നമ്മളിതിനേക്കാളും എന്തൊക്കെയോ ആകാനുണ്ട്. അതിനുള്ള അവസരം നമ്മൾ ഇനിയും കാത്തിരിക്കുകയാണ്. ആ ശ്രമത്തെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതില്ല എന്നുള്ള ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ നമുക്ക് തരുന്നതാണ്. ഇത് റെക്കോർഡ് ചെയ്യുന്ന ദിവസം രാവിലെ പത്രത്തിൽ ഞാൻ കണ്ട ഒരു കൊട്ടേഷനെ വളരെയധികം ആകർഷിച്ചു. അപ്പോൾ തന്നെ ഡയറിയിൽ എഴുതി വെച്ചു. എന്താണത്? ഒരു പരാജയത്തിൽ നിന്ന് മറ്റൊരു പരാജയത്തിലേക്കുള്ള മടുപ്പില്ലാത്ത യാത്രയാണ് വിജയം എന്ന് പറയുന്നത്. ഒരു പരാജയത്തിൽ നിന്ന് മറ്റൊരു പരാജയത്തിലേക്ക് മടുപ്പില്ലാതെ സഞ്ചരിക്കുന്നതിനുള്ള കഴിവിനെയാണ് വിജയം എന്ന് പറയുന്നത്. ആരാണിത് പറഞ്ഞിരിക്കുന്നത്? വിൻസ്റ്റൺ ചർച്ചിൽ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ചർച്ചിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടുള്ള ഉദ്ധരണിയാണ്. ഇതെല്ലാം നമുക്ക് നമ്മുടെ ടോക്കിനകത്ത് വളരെ സന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ ഉദ്ധരണികൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് വിഷയവുമായി ബന്ധം വേണം. ഇന്ന് 2 ഉദ്ധരണി പറഞ്ഞിട്ടേ ഞാൻ തിരിച്ചു വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും നമ്മൾ പഠിച്ചു വെച്ചത് വിഷയമായിട്ട് ബന്ധമില്ലാത്തൊന്നും പറയരുത്. വിഷയവുമായി ബന്ധം വേണം. പിന്നെ പറഞ്ഞും കേട്ടും വിരസമായിട്ടുള്ള ബോറിംഗ് ആയിട്ടുള്ളത് ഒഴിവാക്കുക. നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ട്, നമ്മളും അത് പറയുന്നത്. കേൾക്കുന്നവർക്ക് ഒരു പുതുമയില്ല, പറയുന്നവർക്ക് ഒരു പുതുമയില്ല, ആൾക്കാർ ബോറടിക്കും. അങ്ങനത്തേത് നമ്മൾ ഒഴിവാക്കണം. നമ്മളൊരു കൊട്ടേഷൻ, മഹാത്മാഗാന്ധിയുടെ ഒരു കൊട്ടേഷൻ നമ്മൾ പറയുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ സന്ദർഭം, ആ സന്ദർഭം കൂടെ പറയും. ഇന്ന സമയത്താണ് അദ്ദേഹം അത് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞ പ്രശസ്തമായ വാക്ക് എന്ന് ആ രീതിയിൽ നമുക്ക് പറയാം. അല്ലാതെ ഒരു ഓണറില്ലാത്ത, ഉടയവനില്ലാത്ത കുറേ വാക്കുകൾ എവിടുന്നെങ്കിലും കണ്ടിട്ട് നമ്മളിത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ പേരും ആ സന്ദർഭവും കൂടെ പറയുന്നത് നല്ലതായിരിക്കണം. മറ്റൊന്ന് ദൈർഘ്യം കുറഞ്ഞിരിക്കണം. അപ്പം ഞാനൊരു കൊട്ടേഷൻ പറയാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒരു വലിയ നീളത്തിൽ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു 2-3 മിനിറ്റ് അത് വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആരും അത് ശ്രദ്ധിക്കാൻ പോകുന്നില്ല. വളരെ കഴിയുന്നത്ര ചെറുതായിരിക്കണം.
പിന്നെ തെറ്റിപ്പോകരുത്. നമ്മൾ വലിയൊരു മഹാനെ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന ഒട്ടും തന്നെ തെറ്റാൻ പാടില്ല, യാതൊരു തെറ്റും അതിനകത്ത് വരാൻ പാടില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. ഒരു കാര്യം ചെയ്യാം, അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതി വെച്ച് വായിക്കും, ഒരു തെറ്റുമില്ല. വിൻസ്റ്റൺ ചർച്ചിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അത് എഴുതി വെച്ച് തന്നെ നമുക്കത് വായിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. പിന്നെ വായിക്കുമ്പോൾ തന്നെ ഒരൊറ്റ ശ്വാസത്തിൽ അങ്ങ് വായിക്കരുത്. നീളതി വേണമെങ്കിൽ ഭയങ്കര സ്പീഡിൽ സൂപ്പർ ഫാസ്റ്റായിട്ട് അങ്ങ് വായിച്ചു പോകരുത്. അങ്ങനെ പോയാലും ഈ ആശയം കൺവേ ചെയ്യപ്പെടില്ല, കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ ഇത് പണ്ടൊക്കെ പറഞ്ഞ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ പലതും. അതിന് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ പ്രസക്തി ഉണ്ടോ, വിഷയമായിട്ട് ബന്ധമുണ്ടോ എന്ന് മാത്രമല്ല ഈ സന്ദർഭമായിട്ട് യോജിച്ചു പോകുന്നതാണോ, പ്രസക്തി ഉണ്ടോ. ചിലപ്പം ഈ ഇൻ്റർനെറ്റ് യുഗമൊക്കെ വരുന്നതിന് മുമ്പുള്ള എന്തെങ്കിലും ഒരു സാഹചര്യത്തെക്കുറിച്ചായിരിക്കും ചിലപ്പം പറഞ്ഞിരിക്കുന്നത്. അത് ഇന്നത്തെ കാലത്ത് ചിലപ്പം അതുമായിട്ട് യോജിച്ചു പോകാനായിട്ടുള്ള സാധ്യതയില്ല. അതും നമ്മൾ ഉദ്ധരണി പറയുമ്പോൾ പരിശോധിക്കണം. ഇനി കഥയാണ് നമ്മൾ പറയുന്നെങ്കിലോ, മസാലയായിട്ട് കഥയാണ് പറയുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.